നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും അന്യോന്യത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളോടൊപ്പം ഇന്നുള്ളത് SN ട്രസ്റ്റ് ബോർഡ് അംഗമായ ശ്രീ ഷാജി വെട്ടൂരാനാണ്. നമസ്കാരം. നമസ്കാരം. SN ട്രസ്റ്റ് ബോർഡ് അംഗം, SNDP യോഗം അംഗം എന്നൊക്കെ പരിചയപ്പെടുത്തുന്നതിനേക്കാൾ ചിലപ്പോൾ പ്രേക്ഷകർക്ക് കൂടുതൽ മനസ്സിലാകുക കഴിഞ്ഞ SNDP യോഗം തെരഞ്ഞെടുപ്പിൽ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ അതേ സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട ആൾ എന്നാണ്. അങ്ങനെയല്ലേ? അതെ, കറക്റ്റ്. പരാജയമൊന്നും ഞാൻ പറയില്ല. എന്തുകൊണ്ട്? കാര്യം ആ സിസ്റ്റം അങ്ങനെയാണ്. ആ സിസ്റ്റത്തിൽ ജയിക്കാൻ പറ്റൂല. ശരിക്കും ഒരു ട്രാൻസ്പാരൻറ്റ് സിസ്റ്റം അല്ല. കാര്യം നമ്മുടെ SNDP യോഗത്തിൽ 28 ലക്ഷം മെമ്പേഴ്സുണ്ട്. ഗുരുദേവൻ്റെ കാലഘട്ടം തൊട്ട് 74 പേര് എല്ലാ മെമ്പേഴ്സിനും വോട്ടിടാനുള്ള അവകാശം ഉണ്ടായിരുന്നു. 74 പേരാണ്. രാഘവൻ വക്കീൽ വന്ന ശേഷം കോൺഗ്രസ് ഗവൺമെൻറ് അവിടെ നിന്ന് ഒരു എക്സംഷൻ വാങ്ങിച്ചു. കോൺഗ്രസ് ഗവൺമെൻറ് ആണോ? അതെ, എക്സംഷൻ കൊടുത്ത 50-1 അത് പിന്നെ 200-1 200 പേരുണ്ടെങ്കിൽ അംഗങ്ങളുണ്ടെങ്കിൽ ഒരാൾക്ക് വോട്ട് ചെയ്യാം. ഒരു ശാഖയിൽ 200 പേരുണ്ടെങ്കിൽ ഒരാളിനെ വോട്ട് ചെയ്യാം. പക്ഷേ ശാഖയിൽ പോലും ഈ പ്രോപ്പർ പ്രോസസ്സ് നടക്കുന്നില്ല. ഒരു ശാഖയിൽ 1000 പേരുണ്ടെങ്കിൽ ഈ 1000 പേർക്ക് ഒന്നീ നോട്ടീസ് ബുക്ക് വെച്ച് സൈൻ ചെയ്ത് പോകണം, ഇല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് പോകണം, ഇല്ലെങ്കിൽ പത്രത്തിൽ അഡ്വർടൈസ്. ഈ 3 പ്രോസസ്സും ഇല്ലാതെ അവർക്ക് ആവശ്യമുള്ള ആൾക്കാരെ സെലക്ട് ചെയ്താണ് വരുന്നത്. SNDP യോഗത്തിൻ്റെ ഏറ്റവും താഴെ തലത്തിൽ സാധാരണ അംഗങ്ങൾക്ക് വോട്ട് ചെയ്ത് പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. ഇതുകൊണ്ടാണോ നിങ്ങളൊക്കെ പറയുന്നത് മുഴുവൻ അംഗങ്ങളെയും വോട്ടെടുപ്പിൽ പങ്കെടുപ്പിച്ച് SNDP യോഗം തെരഞ്ഞെടുപ്പ് നടത്തിയാൽ 100% ആര് വന്നാലും നമ്മൾ കൂടെ നിന്ന് വർക്ക് ചെയ്യും? ഈ ചോദ്യത്തിന് നിങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ്റെ കയ്യിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ പാനലാണല്ലോ ഇപ്പം ജയിച്ചു നിൽക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എന്ത് മറുപടിയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? ഈ ഇലക്ഷൻ കാര്യം പറയുമ്പോൾ പുള്ളിക്കാരൻ എലിയെ പോലെയാണ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ വലിയ സിംഹത്തിനെ പോലെയാണ് കാര്യം പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വ്യക്തത, ഇപ്പം ഞാൻ ഇലക്ഷനിൽ നിന്നു, നേരത്തെ പറഞ്ഞ പോലെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നു. എനിക്ക് എൻ്റെ വോട്ട് പോലും ഇടാൻ സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. വോട്ടിടാൻ പറ്റൂല. താങ്കൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന അംഗമല്ലാതിരിക്കുകയാണ് മത്സരിച്ചത്. അപ്പോൾ എനിക്ക് എൻ്റെ വോട്ട് ഇടാൻ പറ്റൂല, ബാക്കിയുള്ള പ്രതീക്ഷിക്കാൻ പറ്റൂലല്ലോ. എന്നിട്ട് എത്ര വോട്ട് കിട്ടി? എനിക്ക് 401 കിട്ടി. അതൊരു വലിയ വിജയമായിട്ടാണ്. അത് വിജയമായിട്ട് കാണുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇൻ ഏജന്റും കൗണ്ടിങ് ഏജന്റ് പോലും തരാം. എന്താ ഇലക്ഷൻ ഇത്? താങ്കളെ തോൽപ്പിച്ച എതിരാളി ഇപ്പൊ ഒരു വിവാദത്തിന്റെ നടുവിൽപ്പെട്ടിരിക്കുകയാണ്. അതെ, അതിന്റെ പേരിൽ പ്രത്യേകിച്ച് ഒരു സന്തോഷം താങ്കൾക്കുണ്ടോ? ഇപ്പോൾ സന്തോഷമല്ല, ശരിക്കും പാവപ്പെട്ട ആൾക്കാരുടെ ചട്ടിയിലാണ് കൈയിടുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിവരിക്കാൻ പറ്റില്ല. ആ രീതി, ആ പ്രവൃത്തി, അത് ചോദ്യം ചെയ്യപ്പെടുന്നതിൽ സന്തോഷമുണ്ട്. ഇപ്പോൾ സന്തോഷമുണ്ട്. കാര്യം കള്ളം കണ്ടുപിടിക്കുന്ന എപ്പോഴും നല്ലതല്ല. കള്ളം എന്ന വാക്കാണ് താങ്കൾ പ്രയോഗിച്ചത്. അതെ. VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവാണ്. ഇപ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ആരോപണങ്ങളുമായി അദ്ദേഹത്തിന് നേരെ വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഞങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ അതിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പല ഇടപാടുകളിലും കൃത്രിമം നടക്കുന്നു എന്ന്. വെള്ളാപ്പള്ളി കള്ളനാണ്, അങ്ങനെ ഒരു വിശ്വാസം താങ്കൾക്ക്? 100% കൊള്ളക്കാരനാണ്. കള്ളനല്ല, കൊള്ളക്കാരനാണ്. 19 കൊല്ലം SNDP യോഗത്തിൻ്റെ പോലെ, ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ പോലെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ സ്ഥാനമുള്ള ഒരു പ്രസ്ഥാനത്തെ നയിച്ച ഒരു മനുഷ്യൻ 100% കൊള്ളക്കാരനാണ് എന്ന് പറയുമ്പോൾ അത് തെളിയിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. അതിനുള്ള തെളിവുകളുമായി സജ്ജമായിട്ടാണോ ഇത്തരത്തിലുള്ള വർത്തമാനം പറയുന്നത്? 100% സജ്ജമായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ VS അച്യുതാനന്ദൻ സാർ പറഞ്ഞ പോലെ ഞാനിപ്പോൾ മൈക്രോ ഫണ്ടിങ്ങിൻ്റെ ഡോക്യുമെൻറ്റ്സ് തരുന്നതല്ല ഇമ്പോർട്ടൻറ്റ്. എനിക്ക് എല്ലാ ഡോക്യുമെൻറ്റും തരാം. ഇപ്പോൾ AG കൺഫേം ചെയ്ത ഡോക്യുമെൻറ്റ്സ് VS കള്ളം പറയുകയാണ്, ആരോ പറഞ്ഞ് എഴുതിപ്പിച്ചാണെന്ന് പറഞ്ഞ് ആൾക്കാരെ, പാവങ്ങളെ തെറ്റിപ്പിക്കുന്ന രീതി ശരിയല്ല. ശരിക്കും പറഞ്ഞാൽ ഈ മൈക്രോ ഫണ്ടിങ് സ്കീം പറഞ്ഞു കൊടുക്കുന്ന ഞാനാണ്. എൻ്റെ വീട്ടിൽ വെച്ചാണ് ഈ ഐഡിയ പറയുന്നതും ഇത് മുന്നോട്ട് വയ്ക്കുന്നതും. ശരിക്കും ഈ പാവപ്പെട്ട വീടുകളിൽ സമ്പത്തില്ല, അവർക്ക് ആവശ്യങ്ങൾ വരും. ഇപ്പോൾ അസുഖമായിട്ട് വരും, കുട്ടികളുടെ പഠിത്തമാവും, എന്തെങ്കിലും കല്യാണം വരും. അപ്പോൾ ഇവർ ഈ കടം വാങ്ങിക്കും. അപ്പോൾ ഈ പലിശക്കാരിൽ നിന്നാണ് പൈസ ഇവരെ ഒരു ഫിനാൻഷ്യൽ ലെവൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. ആ പദ്ധതിയിൽ എങ്ങനെയാണ് വെള്ളാപ്പള്ളി നടേശൻ കൃത്രിമം നടത്തുന്നത്? ലോൺ ബാക്ക്വേർഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കൊടുക്കുന്ന 2% പ്ലസ് ആ കണ്ടക്ടിങ് ഏജൻസിക്ക് 2% കൊണ്ട് എടുക്കാം. അപ്പൊ 4% സാധാരണക്കാർക്ക് കൊടുക്കണം. വളരെ സഹായമാണ്. 4% എവിടെയും കിട്ടൂല. അപ്പോൾ
12% ഈ വനിതകൾക്ക് കൊടുക്കുന്നത്. ബാക്കി 8% പലിശ എങ്ങോട്ട് പോകുന്നു? അതെ, ഞാൻ പറഞ്ഞുതരാം. ഈ വനിതകൾ ആഴ്ച തോറും ഈ 12% ക്യാപിറ്റലും അടയ്ക്കും. അത് ബാങ്കിലാണ് അടയ്ക്കുന്നത്. അതാണ് ഇവരെല്ലാം പറയുന്നത്, ബാങ്കിൽ കൂടെയാണ് പോകണമെന്ന്. തീർച്ചയായും ശരിയാണ്, ബാങ്കിൽ കൂടെയാണ് പോകണം. അവിടെ നിന്ന് നേരെ യൂണിയൻ തലത്തിൽ പോവും, യൂണിയൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ പോവും. യൂണിയൻ്റെ ബാങ്ക് അക്കൗണ്ട് നേരെ കണിച്ചുകുളങ്ങര അക്കൗണ്ടിൽ ചെല്ലും. അവിടെ നിന്നാണ് ഈ പൈസ മുഴുവൻ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത്. അല്ല, വനിതകളെ അടയ്ക്കുന്നത് പല ബാങ്കുകളിൽ അടയ്ക്കുന്നു, പല ബാങ്കുകളിൽ. അവിടെ നിന്ന് അത് യൂണിയൻ്റെ അക്കൗണ്ടിലേക്ക് പോകുന്നു. പിന്നീട് കണിച്ചുകുളങ്ങര ശാഖയിലെ ഒരു പ്രത്യേക അക്കൗണ്ടിലേക്ക് പോകും. ശാഖയിലല്ല, ഈ മൈക്രോ ഫണ്ടിങ്ങിന്റെ ഒരു അക്കൗണ്ട് ഉണ്ട്, അതിലേക്ക് പോകുന്നു. അവിടെ നിന്ന് ഡിവൈഡ് ചെയ്തിട്ട് ബാക്ക്വേർഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന് ക്യാപിറ്റലും ഇൻട്രസ്റ്റും അങ്ങ് അടയ്ക്കും. ഇത് ആരും അറിയുന്നില്ല. ബാക്കിയുള്ള 8% വെള്ളാപ്പള്ളി നടേശന്റെ കയ്യിലേക്ക് 100%. അങ്ങനെയാണെങ്കിൽ ബാങ്ക് രേഖകളുടെ ഒരു നോട്ടത്തിലൂടെ, ഒരു ഒത്തുനോട്ടത്തിലൂടെ കണ്ടെത്താവുന്ന തട്ടിപ്പാണ് ഈ പറയുന്നത്. 100%. അതല്ലേ AG കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇപ്പൊ AG കണ്ടുപിടിച്ചിട്ട് അതുപോലും ഡിനൈ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഈ പാവങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ല. അവർ നോക്കുന്നത് ബാങ്കിൽ കൊടുത്ത്, ഇപ്പോഴും അവർ വിശ്വസിക്കുന്ന വെള്ളാപ്പള്ളിയാണ് ഈ പൈസ തരുന്നതെന്ന്. മനസ്സിലായില്ല, വെള്ളാപ്പള്ളി മുതലാളി ആയതുകൊണ്ട് പൈസ തരുകയാണ്. അപ്പോൾ ഇനിയും പറയാൻ പോണ ഡയലോഗ്, നമ്മുടെ സമുദായം പൈസ കൊണ്ട് നിങ്ങൾക്ക് ഞാൻ എത്തിക്കുന്നത് മുടക്കാനായിട്ട് രാഷ്ട്രീയക്കാർ കളിക്കുന്ന കളിയാണ്, എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറയും. VS പറഞ്ഞതും കേരളത്തിലാകെ പരക്കെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നതുമായ ഒരു കാര്യം, കോളേജുകളിലെ നിയമനത്തിന് അതുപോലെ തന്നെ പ്രവേശനത്തിന് കോഴ വാങ്ങുന്നു എന്നാണ്. താങ്കൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മാധ്യമത്തിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഈ കോഴ വാങ്ങൽ ജനറൽ സീറ്റിൽ കൂടി, മെറിറ്റ് സീറ്റിൽ കൂടി, സാധാരണ SN കോളേജുകളിൽ മെറിറ്റ് അനുസരിച്ച് കിട്ടി, സാധാരണ ഗവൺമെൻറ് അനുശാസിക്കുന്ന പണം മാത്രം കൊടുക്കേണ്ടവരിൽ നിന്ന് തലവരി വാങ്ങിയാണ് നിയമനം നടത്തുന്നത്. മെറിറ്റ് സീറ്റ് പോലും കൃത്രിമമായി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ശരിയാണോ? 100% ആണ്. അത് ഞാൻ പറഞ്ഞുതരാം. എല്ലാ കോളേജിലും അഡ്മിഷൻ അനൗൺസ് ചെയ്യുമ്പോൾ എല്ലാ കുട്ടികളും വന്ന് എല്ലാ കോളേജിലും ആപ്ലിക്കേഷൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അവരെ ഗ്രേഡ് അനുസരിച്ചാണ് വെക്കുന്നത്. പക്ഷേ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറേ കുട്ടികൾ ആ കോളേജിൽ നിന്ന് അങ്ങ് മാറും, വേറെ കോളേജിലേക്ക് പോകും. അപ്പോൾ ഈ സീറ്റ്സ് എല്ലാം അവിടെ ഒരു ടീം നിന്ന് അതാത് പ്രിൻസിപ്പളുടെയും ഡിപ്പാർട്ട്മെന്റിന്റെയും സഹായത്തോടെ ഇവർ ചെയ്യുമായിരുന്നു. അല്ല, അതെല്ലാ കോളേജിലും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതൊക്കെ പരസ്യമായിട്ട് അവിടെ വെച്ച് തന്നെ അവിടെ വന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ അനൗൺസ് ചെയ്തിട്ട് താഴെയുള്ള കുട്ടികൾക്ക്, മെറിറ്റ് താഴെയുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ ഒരു രീതിയല്ല മുഴുവൻ SN കോളേജുകളിലും പിന്തുടരുന്നത് എന്ന ഗുരുതരമായ ആരോപണമാണ് താങ്കൾ ഇപ്പോൾ ഉന്നയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പല്, കോളേജ് അധ്യാപകന്മാര്, അനധ്യാപകന്മാര് ഒക്കെ ഇതിനോട് സഹകരിക്കുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരാൾക്കൊപ്പം ഇങ്ങനെ SN കോളേജുകളിലെ മുഴുവൻ അധ്യാപക സമൂഹവും ചേർന്ന് നിന്ന് ഇങ്ങനെ ഒരു കൊള്ള നടത്തുമോ? അതല്ല, മുഴുവൻ അധ്യാപക സമൂഹമല്ല, ഇതിൽ ഒരു ടീമുണ്ട്. കാര്യം അവർ സ്വാർത്ഥ താല്പര്യമുള്ള, പ്രിൻസിപ്പൾ ആവാൻ താല്പര്യമുള്ള, ഇപ്പോൾ സ്റ്റാഫായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കളയും. അപ്പോൾ ഇവർ ഡെഫിനറ്റ് ആയിട്ട് കൂടെ നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് നിൽക്കുന്ന ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ. SN കോളേജുകളിലെ മെറിറ്റ് സീറ്റുകൾ ഇത്തരത്തിൽ തെറ്റായ രീതിക്ക് ധനാഗമ മാർഗമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് വന്ന നാൾ തൊട്ട് തുടങ്ങിയ എന്ന് വെച്ചാൽ 19 കൊല്ലമായിട്ട് SN കോളേജുകൾ ഒക്കെ SN ട്രസ്റ്റിന്റെ കീഴിലുള്ളതാണ്. SN ട്രസ്റ്റിന്റെ കീഴിലുള്ളതാണ്. അതിന്റെ ബോർഡ് അംഗമാണ് താങ്കൾ. അതെ. അപ്പൊ താങ്കൾക്കും കൂടി ഇത്തരത്തിലൊരു തെറ്റ് നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഇല്ലേ? ഉണ്ട്, ഞങ്ങളുടെയൊക്കെ മുമ്പ് ഉണ്ട്, 100% ഉണ്ട്. നമ്മൾ പല ഘട്ടമായിട്ട് മിസ്റ്റർ വെള്ളാപ്പള്ളിയുടെ അടുത്തും പറഞ്ഞു, ബോർഡ് അംഗങ്ങളുടെ ഇടയിലും പ്രസൻറ്റ് ചെയ്തു. അങ്ങനെ ഒരു പ്രസൻറ്റേഷനിലാണ് ചെറുനീറും എല്ലാം കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ചെയ്ത് പുള്ളി അടിക്കുകയും ചെയ്തു. അത് FIR കേസും കിടപ്പുണ്ട്. യോഗങ്ങളിൽ തല്ലി നടക്കും. ഈ പുള്ളിക്കാരൻ്റെ ഒരു സെറ്റപ്പ് അല്ലേ അവിടെ ഉണ്ടാക്കുന്നത്. സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ തല്ലുന്ന സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഗുണ്ട സെറ്റപ്പ് ഉണ്ട് അദ്ദേഹത്തിന്. ഗുണ്ട സെറ്റപ്പ് എന്നല്ല, ശരിക്കും അവിടെ പുള്ളി കണിച്ചുകുളങ്ങരയിലാണ് ഈ പരിപാടി നടത്തുന്നത്. അപ്പോൾ അവിടെയുള്ള ആൾക്കാരെ വെച്ച് ഈ കണിച്ചുകുളങ്ങരയെ നടത്തുള്ളൂ, യോഗം കണിച്ചുകുളങ്ങരയെ നടത്തുള്ളൂ. അവിടെ ചെന്നത് പറയാൻ ചെന്നാൽ തല്ലും കൊണ്ടുപോകും. താങ്കൾ എതിരാളിയായി മത്സരിച്ചപ്പോഴും ഭീഷണിയൊന്നും ഉണ്ടായിട്ടില്ല? ഭീഷണിയൊക്കെ ഇവർ പല വിധത്തിലുണ്ട്. അതിലൊന്നും നമ്മൾ കാര്യം ഇത് ശരിക്കും പറഞ്ഞ ഒരു വ്യക്തി ഈ സിസ്റ്റത്തിനെതിരെ നിൽക്കണേ ആദ്യം സമ്പത്ത് വേണം. നമ്മുടെ സ്വന്തം പൈസ സ്പെൻഡ് ചെയ്ത് വേണം, സമ്പത്ത് സ്പെൻഡ് ചെയ്ത് വേണം നിൽക്കണം. പ്ലസ് ഈ ചീത്തപ്പേര് ഇപ്പം നേരത്തെ തുടങ്ങിയപ്പോൾ നിങ്ങൾ തോറ്റുപോയല്ലോ എന്ന് പറഞ്ഞില്ലേ പറയുന്നത്. കാര്യം എൻ്റെ വീട്ടിൽ അതൊരു വിഷമം, എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ വിഷമം എല്ലാം. പക്ഷേ അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഞങ്ങൾ സമുദായത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കിളിമാനൂർ ചന്ദ്രബാബു കേസ് കൊടുക്കുന്നു ഹൈക്കോടതിയിൽ. അടുത്ത ആ കേസ് കൊടുത്തു.
ഇതിന് എഗെയിൻസ്റ്റാണ് യോഗത്തിൻ്റെ ഈ രാഘവൻ വക്കീലിൻ്റെ 50-ലുള്ള കാര്യം പറയാം. പക്ഷേ 8 ഹൈക്കോടതി ജഡ്ജിമാർ കേൾക്കാൻ പറ്റൂലെന്ന് പറഞ്ഞ് മാറ്റി വെച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഒരു ജഡ്ജിയുടെ മുമ്പിലേക്ക് പോകുന്നു, ആ കേസ് വാദിക്കപ്പെടാനുള്ള അവസരമുണ്ടായാൽ എന്ന് വെച്ചാൽ ആ ജഡ്ജി അത് കേൾക്കാൻ ആണെങ്കിൽ ഇത് തെളിയിക്കപ്പെടുമെന്നും വെള്ളാപ്പള്ളി നടേശന്റെ ഇത്തരത്തിലുള്ള അഴിമതികളാണല്ലോ കേസിൽ പറയുന്നത്, അതൊക്കെ സ്ഥാപിക്കപ്പെടുമെന്നും താങ്കൾക്ക് ഉറപ്പുണ്ടോ? 100% ഉറപ്പുണ്ട്. SNDP പ്രസ്ഥാനത്തെ ആകെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ കെട്ടാനുള്ള ശ്രമം നടക്കുകയാണെന്നുള്ള തരത്തിൽ അദ്ദേഹം തന്നെ ചില സൂചനകൾ നൽകി. ഇപ്പോൾ BJP-യുമായി ചേരുന്നില്ല എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് SNDP യോഗം എത്തിപ്പെട്ടതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? പുള്ളിയെ ഈ കക്കുന്ന പൈസയിൽ നിന്ന് പിടുത്തം വീഴാതിരിക്കാനാണ്. അല്ല ഈഴവ സമുദായത്തിൻ്റെ അടുത്തുള്ള സ്നേഹമോ BJP-യുടെ അടുത്ത് സ്നേഹമോ ഒന്നുമല്ല. വെരി ക്ലിയർ. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു പ്രബല സംഘടനയാണ്. ഇവിടെ LDF-ഉം UDF-ഉം ഭരിച്ച കാലത്തൊക്കെ നമുക്ക് പല നേട്ടങ്ങൾ തന്നിട്ടുണ്ട്. ഈ 19 കൊല്ലമായിട്ട് വെള്ളാപ്പള്ളി ഇരുന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തത് ഇനിയിപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഈ സംഘടന ഉണ്ട്, ഈഴവർക്ക് ഈ സംഘടന ഡെവലപ്പ് ചെയ്യാനുള്ള പല പദ്ധതികളുണ്ട്. അല്ല, വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ഗുരുദേവൻ പറഞ്ഞത് ജാതി ചോദിക്കരുത് എന്ന് പറഞ്ഞെങ്കിൽ പോലും ഇപ്പോൾ ജാതി പറയേണ്ട ഒരു സ്ഥിതിയാണ്, ഈഴവർക്കൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് ജാതി പറഞ്ഞേ തീരൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈഴവർക്കൊന്നും കിട്ടുന്നില്ല എന്ന വാദത്തോട് യോജിപ്പുണ്ടോ? ഇല്ല, ഈഴവർക്കെല്ലാം കിട്ടുന്നുണ്ട്. അത് ചോദിക്കേണ്ട രീതി ഞാൻ ചോദിക്കട്ടെ. വെള്ളാപ്പള്ളി നടേശൻ ഒരു സമുദായ നേതാവാണ്. ഒരു സമുദായ നേതാവിന് എന്ത് റൈറ്റ് രാഷ്ട്രീയക്കാരുടെ കാര്യത്തിൽ ഇടപെടാൻ? നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ, വേണ്ടേ? ആ റിക്വസ്റ്റ് ചെയ്ത് നല്ല നയത്തിലും തന്ത്രത്തിൽ കരയുന്ന കുട്ടി നല്ലപോലെ കരഞ്ഞാലല്ലേ കിട്ടുള്ളൂ. ഈ UDF സർക്കാരിന്റെ കാലത്ത് പോലും SNDP യോഗം ഔദ്യോഗികമായിട്ട് അല്ലായിരിക്കാം നിർദ്ദേശിച്ച പലർക്കും പല ലാവണങ്ങളും കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ തന്നെ അതിൽ ചിലരെ പിൻവലിക്കണം, അവരെ അതിൽ നിന്ന് ഒഴിവാക്കണം എന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞു. ഷുക്കൂറിനെ പോലുള്ള നേതാക്കൾ അങ്ങനെ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോഴും UDF സർക്കാർ അനുവദിച്ച കൊടുത്ത സ്ഥാനങ്ങളിൽ SNDP യോഗത്തിന്റെ ഔദ്യോഗികമല്ലെങ്കിൽ പോലും SNDP യോഗത്തിന്റെ നോമിനികൾ ഇരിക്കുന്നില്ലേ? ഉണ്ട്. ഈ സാഹചര്യത്തിൽ UDF സർക്കാരിൻ്റെതല്ലാത്തൊരു രാഷ്ട്രീയ പാതയിലേക്ക് പോകുമ്പോൾ ഇത് വലിച്ചെറിയുന്നത് സാധാരണ രാഷ്ട്രീയ ധാർമ്മികതയല്ലേ? അവർ ആ സ്ഥാനം രാജിവെക്കേണ്ടത്? 100%. ഇപ്പോൾ ദേവസ്വം ബോർഡ് മെമ്പർ സുഭാഷ് നമ്മളെല്ലാം TV കാണുന്നുണ്ട്. അതെ, അത് പോകുന്നത് അത് ശരിയല്ല. നമ്മൾ കണ്ടിരിക്കുമ്പോൾ തന്നെ അത് ശരിയല്ല. കാര്യം UDF-ൻ്റെ അക്കൗണ്ടിലാണ് അത് വന്നത് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റുന്ന ഇത് പലപ്പോഴും പല ഘട്ടങ്ങളിൽ ചെയ്ത് വന്നതാണ്. അല്ല, ഇത് UDF-ൻ്റെ കൂടി താല്പര്യത്തോടു കൂടിയാണ് SNDP യോഗത്തിൻ്റെ രാഷ്ട്രീയ രംഗപ്രവേശത്തിൻ്റെ തുടക്കമുണ്ടായത്. UDF-നെ കൂടി ബാധിക്കുമോ എന്നതിൻ്റെ പേരിലാണ് ഇപ്പോൾ എതിർക്കപ്പെടുന്നത് എന്നൊരു നിരീക്ഷണം പലരിലുമുണ്ട്. അത്തരത്തിൽ UDF-ഉമായിട്ട് ഒരു ധാരണയുണ്ടായി രംഗപ്രവേശം തുടങ്ങിയതുകൊണ്ടാണോ ഇവർക്കെതിരെ UDF സ്വയമേധ നടപടി എടുക്കാതിരുന്നത്? UDF പൊതുവേ സൈലൻ്റാണ്, എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഗുരുദേവൻ തുടങ്ങിയ പ്രസ്ഥാനമാണ്, ഇതിൽ സത്യം നിറഞ്ഞാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവമാണ്. ഇന്ന് കേരളത്തിൽ ഈക്വലായിട്ട് ഈഴവരും ക്രിസ്ത്യനും മുസ്ലിമും നായരും എല്ലാം ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ ഈ വിഷം ഭാവി തുപ്പിയിട്ട് ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയ നേട്ടം എടുക്കാൻ ഈഴവർ ആരും സമ്മതിക്കില്ല. പക്ഷേ ഗുരുദേവന്റെ ദർശനമനുസരിച്ച് പോലും അദ്ദേഹത്തിൻ്റെ തത്വശാസ്ത്രമനുസരിച്ച് പോലും കൈകോർക്കാൻ പാടില്ലാത്തൊരു സംഘവുമായിട്ടാണ് കൈകോർക്കുന്നത് എന്ന വാദം പലരും ഉയർത്തുന്നുണ്ട്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞ ഗുരുദേവന്റെ ദർശനമല്ല സംഘപരിവാരത്തിന്റെ ദർശനം. അതുകൊണ്ട് കൈകോർക്കരുത് എന്ന് താത്വികമായി ചിലർ പറയുന്നുണ്ട്. ആ വാദത്തെക്കുറിച്ച് എന്ത് പറയുന്നു? അതിൽ ശരിക്കും പറഞ്ഞാൽ BJP ഇവിടെ കേരളത്തിൽ വന്നിട്ട് 35 കൊല്ലമായി. ഈ 35 കൊല്ലവും ഞാനും ഒരു ഹിന്ദുവാണ്. അപ്പോൾ ഈ 35 ഹിന്ദുക്കൾക്ക് പിന്നോക്കാവസ്ഥയിൽ നിൽക്കേണ്ട അവസ്ഥ എന്ന് വരാൻ കാരണം അറിവും സമ്പത്തും എത്താത്തതുകൊണ്ടാണ്. ഈ BJP എന്ന് പറയുന്ന സംഘടന ശരിക്കും പറഞ്ഞാൽ ഇനിഷ്യേറ്റീവ് എടുത്താൽ ഇപ്പോൾ പവറിൽ വന്നിട്ട് വേണ്ട, ഇവിടെ സെൻട്രൽ ഗവൺമെൻറ് സ്കീംസ് ഉണ്ട്. ഒരു വ്യക്തിക്ക് 1 കോടി രൂപ കൊടുക്കുന്ന നാഷണൽ സ്കീംസ് ഉണ്ട്, നല്ല പ്രോജക്റ്റ് ഉണ്ട്. അത് സംഘടിതമായിട്ട് മൈനോറിറ്റീസ് എടുക്കുന്നതിന് നമ്മൾ പിറകെ നിന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ പോകുന്ന യാത്രയിൽ കൂടെ നമ്മളും പഠിച്ച് പോകണ്ടേ? അതിനിങ്ങനെ ഫൈറ്റ് ചെയ്ത് പോയിട്ട് കാര്യമില്ല. BJP-യുടെ ചില നേതാക്കളും സംഘപരിവാരത്തിൻ്റെ പൊതുവെ നേതാക്കളും ഒക്കെ പറയുന്നത് സാമുദായിക സംവരണം വേണ്ട എന്നാണ് പറയുന്നത്. പക്ഷേ സാമുദായിക സംവരണത്തിന് എല്ലാ കാലത്തും വാദിച്ചു പോകുന്നൊരു പ്രസ്ഥാനമാണ് SNDP യോഗം. അതെ, സാമുദായിക സംവരണം വേണ്ട എന്ന് അവർ പറഞ്ഞിട്ടും
അതിന് പ്രോപ്പറായിട്ട് വെള്ളാപ്പള്ളി നടേശൻ എതിർത്ത് രംഗത്ത് വരാത്തത്, അല്ലെങ്കിൽ തന്നെ ക്രീമി ലെയറിലായി സംവരണം ഇല്ലാത്ത ഈഴവരിലെ പിന്നോക്കക്കാരിലെ ഒരു മേൽത്തട്ടിലുള്ള വെണ്ണപ്പാളി എന്നൊക്കെ പറയുന്ന വിഭാഗത്തിൻ്റെ താല്പര്യമാണ് വെള്ളാപ്പള്ളി സംരക്ഷിക്കുന്നത്. ഇനി സാമുദായിക സംവരണം എടുത്തു കളഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ഇഷ്ടക്കാർക്കോ അദ്ദേഹത്തിനോ കുഴപ്പമൊന്നും വരാനില്ല എന്നതുകൊണ്ടാണ് എന്നൊരു വാദമുണ്ട്. അത് ശരിയാണോ? അല്ല, വെള്ളാപ്പള്ളിയുടെ സ്വാർത്ഥ താല്പര്യമാണ് നമ്മൾ അവിടെയൊക്കെ കാണുന്നത്. ശരിക്കു പറഞ്ഞാൽ SNDP നിൽക്കുന്ന ഒരു നേതാവ് നമ്മൾ ബ്രാഹ്മിൺസിൻ്റെ ഇടയിൽ തന്നെ പിന്നോക്കം നിൽക്കുന്ന സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരുണ്ട്, എല്ലാ സമുദായത്തിലും ഉണ്ട്. ആ ചെയ്യേണ്ട ആക്ടിവിറ്റി എന്താണ്? അവരെല്ലാം കൂട്ടുചേർന്ന് അവർക്കെല്ലാം വീടുകളിൽ സമ്പത്തുമായി തരത്തിലുള്ള അഭിപ്രായം ഉണ്ട്. സംവരണം ഇല്ലാത്ത വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് കൂടി സംവരണം കൊടുക്കണം. പക്ഷേ അതും സാമുദായിക സംവരണം വേണ്ട എന്ന് വെക്കുന്നത് രണ്ടും രണ്ടാണ്. സാമുദായിക സംവരണം വേണ്ട എന്ന് പറയുന്ന RSS നിലപാടിനോട്, സംഘപരിവാർ നിലപാടിനോട് താങ്കളുടെയൊക്കെ പ്രതികരണം എന്താണ്? നമുക്കെല്ലാവരും ഈക്വലായിട്ട് ഡെവലപ്പ് ചെയ്യണം. വേണം. അതിനെന്ത് വേണം? സാമുദായിക സംവരണം എടുത്തു കളയുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. അതിനെ വെള്ളാപ്പള്ളി നടേശനെ എതിർക്കാത്തത് തെറ്റാണോ? തെറ്റാണ്. അതിൽ സംശയമൊന്നും വേണ്ട. വെള്ളാപ്പള്ളി നടേശനെ എതിർക്കുക എന്ന SNDP യോഗത്തിനുള്ളിലെ ഒരു വിഭാഗത്തിൻ്റെ ആ നിലപാട് ഇപ്പോൾ ആരൊക്കെയോ പുറത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. അവരുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഇപ്പോഴത്തെ SNDP യോഗ നേതൃത്വത്തിനെതിരെ നിങ്ങൾ പൊരുതുമോ? പൊരുതും, 100% നമ്മൾ പൊരുതും. അതൊരു രാഷ്ട്രീയ നിലപാടല്ലേ? അല്ല. തെറ്റായാലും ശരിയായാലും വെള്ളാപ്പള്ളി നടേശൻ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അതിനോട് രാഷ്ട്രീയമായി എതിർപ്പുള്ള VS അച്യുതാനന്ദനെ പോലുള്ള ആളുകൾ വെള്ളാപ്പള്ളി നടേശനെ എതിർക്കാൻ തയ്യാറായി രംഗത്ത് വന്നു. അവരുമായി ഇപ്പോൾ നിങ്ങൾ കൈകോർക്കുന്നത്, CPIM-മായി നിങ്ങൾ ബന്ധപ്പെടുന്നത് രാഷ്ട്രീയ താല്പര്യങ്ങൾ ആരോപിച്ചാൽ എന്ത് മറുപടി പറയും? അല്ല, ഇവിടെ രാഷ്ട്രീയം ഇല്ലല്ലോ. ഞാൻ പല മീറ്റിങ്ങിന് പോയപ്പോൾ ഇവിടെ കറപ്ഷൻ പറഞ്ഞപ്പോൾ BJP-ക്കാരും എല്ലാവരും പറയുന്നത് ഇതെല്ലാവരും നടത്തുന്നത്. നമുക്കങ്ങനെ നോക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ സംഘടനയാണ് വേണ്ടത്, സംഘടനയുടെ ഉള്ളിലുള്ള അച്ചടക്കമാണ് വേണ്ടത്. കാര്യം ഗുരുദേവൻ്റെ പ്രസ്ഥാനമാകുമ്പോൾ ഇതെല്ലാവർക്കും ഗുരുദേവൻ്റെ അടുത്ത് ആദരവാണുള്ളത്. ഈടൊരു നന്നാവണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ആ സംഘടനയിൽ നിൽക്കുമ്പോൾ ആഗ്രഹമുണ്ട്. ആ രണ്ട് പ്രവൃത്തിയും SNDP യോഗം വഴി ഇപ്പം നടക്കുന്നില്ല ശാഖാതലത്തിൽ. അതുകൊണ്ടെന്ത് പറ്റും? 95% ഈഴവർ മാറി നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ തീരുമാനിച്ചത് ഈ 95% ആൾക്കാർ ഇന്ന് ജനിച്ച് നാളെ മരിക്കും. അതിൻ്റെ ഇടയിൽ അവർക്ക് നെഞ്ചു തുറന്ന് ഗുരുദേവൻ്റെ ആശയത്തിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം. എന്നാൽ പോലും ഗുരുദേവൻ ഒരു അവതാരത്തിന് തുല്യമായ കടമകളാണ് കേരളത്തിൽ ചെയ്യുന്നത്. കറക്റ്റ്. അതുകൊണ്ട് അദ്ദേഹത്തെ അവതാരമായി തന്നെ കാണുന്ന പലരുമുണ്ട്. അവരുടെയൊക്കെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന വിധമാണ് CPIM-ൻ്റെ ആളുകൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്ലോട്ടിലാണെങ്കിൽ പോലും അവർ കാണിച്ചത് ഗുരുദേവനെ ക്രൂശിക്കുന്നതായിട്ട്, വെള്ളാപ്പള്ളി ക്രൂശിച്ചതായിട്ടായിരിക്കാം കാണിച്ചത്, എങ്കിൽ പോലും അങ്ങനെ കാണിച്ചു. ദൈവമായ ഗുരുദേവനെ ദൈവനിഷേധികളായ മാർക്സിസ്റ്റുകൾ ആ തരത്തിലൊന്നും കാണുന്നില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ്റെ വശത്ത് നിന്ന് ആരോപണമുണ്ട്. അതുപോലെ തന്നെ അതേ ആരോപണം വളരെ ശക്തമായിട്ട് BJP ഉന്നയിക്കുന്നുണ്ട്. മാർക്സിസ്റ്റുകാരുടെ തത്വശാസ്ത്രവുമായിട്ട് ഗുരുദേവൻ പറഞ്ഞ തത്വശാസ്ത്രത്തിന് എന്തു ബന്ധമെന്ന് ആ CPIM-കാരുമായിട്ട് നിങ്ങളിപ്പോൾ ഈ കാര്യത്തിന് കൈകോർക്കാൻ പോയാൽ എങ്ങനെയൊക്കെ നിങ്ങൾക്കതിനെ ന്യായീകരിക്കാനാവും? ഞങ്ങൾ CPM-ആയിട്ട് കൈകോർക്കാൻ പോയിട്ടില്ല. അതിൽ രസമെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് VS ഇങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞ കാര്യമാണ്. നമ്മളൊക്കെ മനസ്സിൽ എല്ലാ പ്രവർത്തകരും ഈ കള്ളനെ പിടിക്കണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഓപ്പൺ ചെയ്തതാണ്. അത് നമ്മുടെ പീപ്പിൾ TV-യുടെ അടുത്തും VS-ൻ്റെ അടുത്തും പാർട്ടിയുടെ അടുത്തും നമ്മൾ എന്നും കടപ്പെട്ടവരാണ്. 100% ആണ്. അത് പറയുന്ന എല്ലാവരോടും നിങ്ങൾക്ക് ആ ബന്ധമുണ്ടാവും. ആരുണ്ടോ നമുക്ക് ബന്ധമുണ്ട്. എന്താണ് നിങ്ങളുടെ ബോധ്യം? അടുത്ത SNDP യോഗം തെരഞ്ഞെടുപ്പിൽ, SN ട്രസ്റ്റ് തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ പാനൽ പരാജയപ്പെടുത്തും എന്നൊരു പ്രതിജ്ഞയോടെയാണ് 100% പരാജയപ്പെടുത്തും. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഇലക്ഷന് നിന്നത്. അല്ല, എനിക്കിതിൻ്റെ റിസൾട്ട് എല്ലാം വ്യക്തമായിട്ട് തരാം. ഈ സിസ്റ്റത്തിൽ എങ്ങനെ നമ്മൾ കയറണം, പുള്ളി ഉണ്ടാക്കിയ സിസ്റ്റം തന്നെ പൊളിക്കണം നമുക്ക്. അതിനു മുമ്പ് BJP-യുമായി അദ്ദേഹം കൈകോർക്കുകയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുഗ്രഹാശിസുകളോടുകൂടി അദ്ദേഹം ഇതിനേക്കാൾ കൂടുതൽ ശക്തനായി കേരള രാഷ്ട്രീയത്തിൽ മാറുകയും ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും? എനിക്ക് തോന്നുന്നില്ല മാറുമെന്ന്. കാര്യം ഇത്രയും വലിയ കള്ളന് ശരിക്കും പറഞ്ഞാൽ മോഡി സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഇപ്പം ശിവഗിരിക്ക് എഗെയിൻസ്റ്റ് വരെ ഫൈറ്റ് ചെയ്യുന്നതാണ് വെള്ളാപ്പള്ളി. കൊല്ലങ്ങൾക്ക് മുമ്പ് ശിവഗിരി തീർത്ഥാടനം നടക്കുമ്പോൾ അവിടെ ഒരു ഊട്ടുവരെ നടത്തിയിട്ട് പുള്ളി ഒരു സെപ്പറേറ്റ് ഒരു ഫോം വരെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ജനറൽ സെക്രട്ടറി ഇത് ചെയ്യുന്ന മണ്ടത്തരമാണ്. കാര്യം നിങ്ങൾക്ക് പേരുണ്ടാക്കിയത് SNDP ആണ്, ഗുരുദേവൻ്റെ പ്രസ്ഥാനമാണ്. അതിൻ്റെ അടുത്ത് സ്നേഹം ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും പേര് വന്നില്ലെന്ന് പറഞ്ഞാണ് ഈ മാറി നിൽക്കുന്നത്. അപ്പോൾ ആ ഉള്ളു സ്നേഹം ഇല്ലാത്ത ആൾ പിന്നെ എങ്ങനെ ഇത് സംഘടന ഡെവലപ്പ് ചെയ്യുന്നത്? ഇതൊരു വലിയ സമൂഹത്തിൻ്റെ ഹെഡിലിരുന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താൽ എവിടെ നന്നാവാൻ? എവിടെയും നന്നാവില്ല. വളരെയധികം നന്ദി. താങ്ക് യു.